ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് അതിനായിട്ടുള്ള സാധനങ്ങൾ ഇതാണ്: ഓറിയോ ബിസ്ക്കറ്റ്, 2 ഡയറി മിൽക്ക്, പിന്നെ ബ്രെഡ്. ഈ കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമ്മളെ ഈ ഒരു കേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് പൊളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിന്റെ ക്രീം ഇല്ലേ, അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ബിസ്ക്കറ്റ് മാത്രമാക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഓരോരോ ബിസ്ക്കറ്റ് ക്രീം കളയാണ്. അപ്പം നമ്മൾ എല്ലാ ബിസ്ക്കറ്റിന്റെ ക്രീമും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിന്റെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി പൊടിച്ചിട്ട് വരാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ഷുഗർ വാട്ടർ റെഡിയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഒന്ന് അലിഞ്ഞ് വരണം. നമ്മളെ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതിന്റെ പൊടി ഇവിടെ ഉണ്ട്. കുറച്ച് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഓറിയോ ബിസ്ക്കറ്റിന്റെ പൊടിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിന്റെ പൗഡർ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുക്കാം. അതിന്റെ പുറത്തെ ഒരു ബ്രൗൺ കളറ് തൊലി ഉണ്ടല്ലോ, നിങ്ങൾക്ക് കത്തി വെച്ച് ആക്കാം. നമ്മളിപ്പോൾ ഇവിടെ കൈ വെച്ചാണ് ആക്കുന്നത്. അതൊന്ന് കളഞ്ഞെടുക്കാം. അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓറിയോ ബിസ്ക്കറ്റിന്റെ ക്രീം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരോ ബ്രെഡും ലെയർ ആക്കിയിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ ലെയർ ആണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് വരണം. ഇനി നമുക്ക് അടുത്തത് ഓറിയോ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ബ്രെഡ്. പിന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓറിയോ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നിങ്ങളുടെ ഓറിയോ ക്രീം തീരുന്നവരെ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഓറിയോന്റെ പൊടി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറി മിൽക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ 5ന്റെ 2 ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 10ന്റെ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇനി നമുക്ക് ചോപ്പർ വെച്ചിട്ട് നമ്മളെ ഡയറി മിൽക്ക് ഇല്ലേ, ആ ഡയറി മിൽക്ക് ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല പൊടി പോലെ ആവണം. നമ്മൾ ആ കേക്കിന്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതേ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. അങ്ങനെ 4 ഭാഗത്ത് ഇട്ട് കൊടുക്കാം.
നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കട്ട കട്ടയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ആക്കിയിട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചില്ലേ ഡയറി ഓറിയോ ബിസ്ക്കറ്റിന്റെ ആ ഒരു ക്രീം, അത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്രീസറിൽ നിന്ന് കേക്ക് എടുക്കാം. ഇനി കട്ട് ചെയ്യലാണ്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പം നമ്മളെ കുഞ്ഞനിയനാണ് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പം നിങ്ങൾക്ക് അവന്റെ എക്സ്പ്രഷൻ കാണാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ.